അത് തുറന്നു നോക്കാം. സ്പ്രിങ് ആണ് ഗൈസ്. ഗൈസ് നമ്മൾ അന്വേഷിച്ച് നടന്ന ഫൈനലി ഗൈസിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഡോറിന് സംതിങ് ഫിഷി. വേറെ ഒരു വഴിയും കാണുന്നത് ഡോറിന് പിടി പോലുമില്ല. എന്ത് രാജ്യമാണ്. എനിക്ക് തോന്നുന്നു അതല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ല ഗൈസ്. തള്ളുന്നില്ല, അല്ല തുറക്കുന്നില്ല. ആ ലൈറ്റിൻ്റെ പിടി എനിക്ക് സംതിങ് ഫിഷി. അതെ ഗൈസ്. എന്തുള്ള ഐഡിയ. ഇതേ നമ്മളെ വെച്ച മറ്റേ മെഴു. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ റൗണ്ടാണ്. റൗണ്ട് പ്രതിമയാണ് ഇത്. നമുക്ക് ഇതും കൂടി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും ഗൈസ്. നേരത്തെ കുറച്ചെങ്കിലും വെട്ടമുണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. കംപ്ലീറ്റ് വെട്ടം പോയി. ഫുള്ളി ഇരുട്ടത്തെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഫൈനലി 4 പ്രതിമയും ഒരുമിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് അടോളം തുറന്നിട്ടുണ്ട്. നമുക്കിനി അതുവഴി ഈ അനത്തോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് ഇനി അടുത്ത് എന്താണെന്ന്. ഓക്കെ, ഇവിടെ ഫുള്ള് ഗ്ലാസും പൊട്ടി കിടക്കുന്നുണ്ട്. അവിടെ എന്തോ ഉണ്ട്. അങ്ങോട്ട് വഴി കാണുന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. ടോർച്ചിൻ്റെ ഗൈസ്, അത് വഴിയുണ്ടായിരുന്നു. ടോർച്ചിൻ്റെ കാര്യം ഞാൻ മറന്നു. ഗൈസ് ചൈനക്കാരിയാണ് ഗൈസ്. അതൊരു തള്ളയായിരുന്നു ഗൈസ്. 90 വയസ്സോട് വാർദ്ധക്യ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു മുതുക്ക് തള്ളയായിരുന്നു ഗൈസ്. അത് കണ്ടു നമ്മള്. ഇതാണോ മുഖം മൂടിയൊക്കെ വച്ച് മറ്റേ ചൈനീസ് ക്യൂവിനെ കണക്ക് നടന്നേ ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാണോ, ഇല്ലെങ്കിൽ ആ തള്ള പിടിക്ക്. അവരെങ്ങോട്ടും മാന്. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തെന്ന, പക്ഷെ ചത്തില്ല ഗൈസ്. അവരെങ്ങോട്ടാ മാഞ്ഞു പോയി. നമുക്കിനി എങ്ങോട്ടാ പോകണ്ടെന്നൊരു പിടുത്തം വരുന്നത്. അവര് വെട്ടിയൊക്കെ വരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ 2 പ്രതിമകളുടെ ഇടയിൽ കൂടിയൊക്കെ വരുന്നുണ്ട്. ഗൈസ് പെട്ടെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടാ പോകണ്ടേ? മഴ പോലും ഇങ്ങോട്ടാന്ന് മനസ്സിലാവുന്നില്ല.